ശബരിമലയിൽ തീർത്ഥാടക തിരക്കിൽ നേരിയ കുറവ്. പുലർച്ചെ 3 മണിക്ക് വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നുവെങ്കിലും 9 മണിയോടെ തിരക്ക് കുറയുകയായിരുന്നു. 30,000-ഓളം തീർത്ഥാടകരാണ് ഇതുവരെ ദർശനത്തിന് എത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചെയും അത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടെങ്കിൽ ആ ഒരു തിരക്കിന് ഇപ്പോൾ നേരിയ ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിലും 70,000 പേരോളമാണ് ഇന്നും ശബരീശ ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന കണക്ക് പ്രകാരം 30,000-ഓളം തീർത്ഥാടകർ പമ്പയിൽ നിന്നും ശബരീശ ദർശനത്തിനായി സന്നിധാനത്തേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ വൈകിട്ടൊക്കെ തന്നെ മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്കുണ്ടായിരുന്നു. ഫ്ലൈ ഓവർ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പൂർണ്ണമായും കാര്യമായ തിരക്കിലായ ഫ്ലൈ ഓവറൊക്കെ തന്നെ കാലിയായി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1 മിനിറ്റിൽ 80ഓളം തീർത്ഥാടകരായിരുന്നു ഇന്നലെ 18-ാം പടി കയറി വന്നിരുന്നത്. എന്തായാലും ആ ഒരു തിരക്കിന് നേരിയ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആഴ്ച അവസാനമായതിനാൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകും. അവധി ദിവസമായില്ല തിരക്ക് ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് 12 വിളക്കിന് ശേഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ദേവസ്വം ബോർഡും പോലീസും എല്ലാം തന്നെ മുന്നിൽ കാണുകയാണ്. കാരണം തിരക്ക് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഭക്തർക്ക് ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കൃത്യമായ അത് എല്ലാവർക്കും സുഖദർശനം ഒരുക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഒരുക്കുമെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തിരക്കിന് നേരിയ ഒരു ശമനമുണ്ട് സന്നിധാനത്ത്.